കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗുഡ് സമരിറ്റൻ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്ന വിസ്മയ സന്ദേശത്തിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗമരുതവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. കർത്താവിൽ പ്രിയമുള്ളവരെ, വീണ്ടും നമുക്ക് ഒരുമിച്ച് കണ്ടുമുട്ടുവാൻ, നിങ്ങളുടെ ഭവനങ്ങളിൽ ദൈവവചനവുമായിട്ട് എത്തിച്ചേരുവാൻ സർവശക്തനായ കർത്താവ് തന്നിരിക്കുന്ന ഈ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ, അത് ചിന്തിക്കുവാൻ, ധ്യാനിക്കുവാൻ നിങ്ങൾക്ക് കർത്താവ് തന്നിരിക്കുന്ന നല്ല മനസ്സിനെ ഓർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വചനം നമ്മെ ജീവിപ്പിക്കുന്നതാണ്. ഈ വചനം നമ്മുടെ കാലിന് പ്രകാശം നൽകുന്നതാണ്. നമ്മുടെ പാതയ്ക്ക് പ്രകാശം നൽകുന്ന ഈ വചനം ഏത് കൂരിരുട്ടിലും നമ്മെ നേർവഴി നയിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, 2019 അവസാന ദിവസങ്ങളിലേക്ക് നമ്മൾ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ഒരു പുതിയ വർഷത്തെ എതിരേൽക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് വരാം. നാം ഈ ദിവസങ്ങളിൽ എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? പാറയെ തകർക്കുന്ന ചുറ്റിക. വളരെ അതിപ്രധാനമായിട്ടുള്ള തിരുവചനത്തിലെ ഒരു വിഷയം, പാറയെ തകർക്കുന്ന ചുറ്റിക. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനമാണ് എന്ന് നമ്മൾ ഈ ദിവസങ്ങൾ മനസ്സിലാക്കി. പാറയെ തകർക്കുന്ന ചുറ്റിക എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ 9 എപ്പിസോഡുകൾ ഈ വിഷയം തുടർച്ചയായിട്ട് ചിന്തിച്ചു. ഇന്ന് 10ാമത്തെ എപ്പിസോഡിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. കഴിഞ്ഞ 2 എപ്പിസോഡുകളിൽ നമ്മൾ ചിന്തിച്ചത് തിരുവചനം വിശ്വാസയോഗ്യമോ എന്ന വിഷയമായിരുന്നു. ഇന്നും നാം തിരുവചനം വിശ്വാസയോഗ്യമോ എന്നതിനോടുള്ള ബന്ധത്തിൽ അതിൻ്റെ 3ാം ഭാഗമാണ് ചിന്തിക്കുന്നത്. നമ്മുടെ 10ാമത്തെ എപ്പിസോഡിൽ തിരുവചനം വിശ്വാസയോഗ്യമോ എന്ന വിഷയത്തിൻ്റെ 3ാമത്തെ ഭാഗം. നമുക്ക് ചിന്തയ്ക്ക് ആധാരമായിട്ട് ഒരു വാക്യം വായിക്കാം. അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന് എഴുതിയ 2ാം ലേഖനം, അതിൻ്റെ 2ാം അധ്യായം 13ാമത്തെ വാക്യം. 2 തിമോഥെയോസ് അതിൻ്റെ 2ാം അധ്യായം 13ാമത്തെ വാക്യം. നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു, തൻ്റെ സ്വഭാവം ത്യജിക്കുവാൻ അവന് കഴിയുകയില്ലല്ലോ. ഈ വചനം വിശ്വാസയോഗ്യമാകുന്നു. എന്താ വായിച്ചത്? നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു, തൻ്റെ സ്വഭാവം ത്യജിക്കുവാൻ അവന് കഴിയുകയില്ലല്ലോ. ഈ വചനം വിശ്വാസയോഗ്യമാകുന്നു. അങ്ങനെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അനവധി അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ കൊടികുത്തി വാഴുന്ന ഒരു ലോകത്തിലാണ് ഇന്ന് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അവർ പഥ്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ് ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരികെയും ചെയ്യുന്ന കാലം വരുമെന്ന് അപ്പോസ്തലനായ പൗലോസ് പ്രസ്താവിച്ചതുപോലെയുള്ള ഒരു കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും എത്തപ്പെട്ടിരിക്കുന്നു. സത്യത്തെ കാൽ കൊണ്ട് തട്ടിക്കളയുന്ന ഒരു തലമുറ, അസത്യത്തിന് ദാസ്യവേല ചെയ്യുന്ന മനുഷ്യൻ, തിരുവചന സത്യങ്ങളെ പലപ്പോഴും തൻ്റെ പുറകിൽ എറിഞ്ഞ് കളഞ്ഞിരിക്കുന്നു. വിദ്യാസമ്പന്നന്മാർ എന്ന് അഭിമാനിക്കുന്നവർ പോലും ഇന്ന് പലവിധമായ അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും വക്താക്കളായിട്ട് മാറിയിരിക്കുന്ന ഒരു കാലഘട്ടം. തിരുവചനം എന്ന് പറയുന്നു, 2 തിമോഥെയോസ് 2ാം അധ്യായം 13ാമത്തെ വാക്യം, നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു, തൻ്റെ സ്വഭാവം ത്യജിക്കുവാൻ അവന് കഴിയുകയില്ലല്ലോ. ഈ വചനം വിശ്വാസയോഗ്യമാകുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ തിരുവചനം വിശ്വാസയോഗ്യമാണോ? ഈ തിരുവചനം വിശ്വാസയോഗ്യമാണ് എന്നുള്ളതിന് ശാസ്ത്രവും അതുപോലെ തന്നെ ചരിത്രവും ഒരുപോലെ സാക്ഷ്യം പറയുന്നു. ലോകത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് തന്നെ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ചരിത്രം തന്നെയാണ്. നാം ഈ തിരുവചനം പഠിച്ചാൽ ഈ തിരുവചനത്തെ പോലെ ചരിത്രം ഉൾക്കൊണ്ടിട്ടുള്ള മറ്റൊരു ഗ്രന്ഥവും ലോക ചരിത്രം കണ്ടിട്ടില്ല. ഇതിനകത്ത് ചരിത്രം പറയുന്നത് പോലെ മറ്റൊരു ഗ്രന്ഥത്തിലും ലോകത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് വിവരിക്കുന്നില്ല. നമുക്കറിയാം, ഈ വിശുദ്ധ വേദപുസ്തകത്തിലെ ഈ പുസ്തകം വിശ്വാസയോഗ്യമാണെന്ന് തെളിയിക്കാൻ പോവുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ അതിപ്രധാനമായ ഒരു പുസ്തകമാണ് ദാനിയേൽ പ്രവചനം. എല്ലാ പുസ്തകങ്ങളും അതിപ്രധാനമാണ്. എന്നാൽ ദാനിയേൽ പ്രവചനം അന്ത്യകാലത്തേക്കുള്ള പ്രവചന മുന്നറിയിപ്പുകളാണല്ലോ. ഈ ദാനിയേൽ പ്രവചനം നമ്മൾ പഠിച്ചാൽ
ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തിൽ ലോകത്തിൻ്റെ മുഴുവൻ ചരിത്രവും അതിൽ പ്രതിപാദിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ബാബിലോണിയൻ സാമ്രാജ്യം ഭരിച്ച നെബൂഖദ്നേസർ രാജാവിന് ദൈവം കൊടുത്ത ഒരു സ്വപ്നവും അതിന് ദാനിയേൽ പ്രവാചകൻ കൊടുക്കുന്ന വിശദീകരണവും ലോകത്തിൻ്റെ മുഴുവൻ ചരിത്രവുമാണ് നമ്മെ മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ ലോകത്തിൻ്റെ മുഴുവൻ ചരിത്രവും ദൈവം ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തിലൂടെ ലോകത്തോട് പറയുന്നുണ്ട്. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം വളരെ ശ്രദ്ധയോടെ നമുക്കിരിക്കാം. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: നെബൂഖദ്നേസറിന്റെ വാഴ്ചയുടെ 2-ാം ആണ്ടിൽ നെബൂഖദ്നേസർ സ്വപ്നം കണ്ടു, അവന്റെ മനസ്സ് വ്യാകുലപ്പെട്ടു. എന്താണ് വായിച്ചത്? നെബൂഖദ്നേസറിന്റെ വാഴ്ചയുടെ 2-ാം ആണ്ടിൽ നെബൂഖദ്നേസർ സ്വപ്നം കണ്ടു, അവന്റെ മനസ്സ് വ്യാകുലപ്പെട്ടു. അപ്പൊ സ്വപ്നം കണ്ടത് രാജാവ് അങ്ങ് മറന്നുപോയി. എന്തായിരുന്നു രാജാവ് കണ്ട സ്വപ്നം? ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം അതിൻ്റെ 31 മുതൽ 35 വരെയുള്ള വേദഭാഗങ്ങൾ. ദാനിയേൽ 2:31 മുതൽ 35 വരെ. രാജാവ് കണ്ട ദർശനമോ വലിയൊരു ബിംബം, വലിപ്പമേറിയതും വിശേഷ ശോഭയുള്ളതുമായ ആ ബിംബം തിരുമുമ്പിൽ നിന്നു. അതിൻ്റെ രൂപം ഭയങ്കരമായിരുന്നു. ബിംബത്തിൻ്റെ തല തങ്കം കൊണ്ടും നെഞ്ചും കൈയും വെള്ളി കൊണ്ടും വയറും അരയും താമ്രം കൊണ്ടും തുട ഇരുമ്പ് കൊണ്ടും കാൽ പാതി ഇരുമ്പ് കൊണ്ടും പാതി കളിമണ്ണ് കൊണ്ടുമായിരുന്നു. തിരുമനസ് കൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കൈ തൊടാതെ ഒരു കല്ല് പറഞ്ഞു വന്ന് ബിംബത്തെ ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ള കാലിൽ അടിച്ച് തകർത്ത് കളഞ്ഞു. ദൈവത്തിന് സ്തോത്രം. വീണ്ടും വായിക്കുന്നത്: കളിമണ്ണും ഇരുമ്പും താമ്രവും വെള്ളിയും പൊന്നും ഒരുപോലെ തകർന്ന് വേനൽക്കാലത്തെ കളത്തിലെ പതിർ പോലെയായി തീർന്നു. ഒരിടത്തും തങ്ങാതെ വണ്ണം കാറ്റവയെ പറപ്പിച്ചു കൊണ്ടുപോയി. ബിംബത്തെ അടിച്ച കല്ലൊരു മഹാപർവ്വതമായി വളർന്നു, ഈ ഭൂമിയിലൊക്കെ നിറഞ്ഞു. ഇതത്രേ സ്വപ്നം. ശ്രദ്ധിച്ചിരുന്നാലേ മനസ്സിലാകത്തുള്ളൂ. എന്താണ് നെബൂഖദ്നേസർ രാജാവ് കണ്ട സ്വപ്നം? രാജാവ് കണ്ട ദർശനമോ വലിയൊരു ബിംബം, വലിപ്പമേറിയതും വിശേഷ ശോഭയുള്ളതുമായ ആ ബിംബം തിരുമുമ്പിൽ നിന്നു. ബിംബത്തിൻ്റെ തല അത് തങ്കം കൊണ്ടായിരുന്നു, നെഞ്ചും കൈയും വെള്ളി കൊണ്ടായിരുന്നു, വയറും അരയും താമ്രം കൊണ്ടായിരുന്നു, തുട ഇരുമ്പ് കൊണ്ടായിരുന്നു, കാൽ പകുതി ഇരുമ്പ് കൊണ്ടും പകുതി കളിമണ്ണ് കൊണ്ടുമായിരുന്നു. രാജാവ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കൈ തൊടാതൊരു കല്ല് പറഞ്ഞു വന്ന് ഈ ബിംബത്തെ അതിൻ്റെ ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ള കാലിൽ അടിച്ച് തകർത്ത് കളഞ്ഞു. എന്നിട്ടോ കളിമണ്ണും ഇരുമ്പും താമ്രവും വെള്ളിയും പൊന്നും ഒരുപോലെ തകർന്ന് വേനൽക്കാലത്തെ കളത്തിലെ പതിർ പോലെയായി തീർന്നു. ഒരിടത്തും തങ്ങാതെ വണ്ണം കാറ്റവയെ പറപ്പിച്ചു കൊണ്ടുപോയി. ബിംബത്തെ അടിച്ച കല്ലൊരു മഹാപർവ്വതമായിട്ട് വളർന്നു, ഈ ഭൂമിയിലൊക്കെ നിറഞ്ഞു. ഇതാണ് നെബൂഖദ്നേസർ രാജാവിന് ദൈവം കൊടുത്ത ദർശനം. അപ്പം ഇതിൻ്റെ അർത്ഥം ദാനിയേൽ പ്രവാചകൻ നെബൂഖദ്നേസർ രാജാവിനെ വിവരിച്ചു കൊടുക്കുന്നു. എന്താണ് ദാനിയേൽ വിവരിച്ചു കൊടുത്ത ഈ സ്വപ്നത്തിൻ്റെ അർത്ഥം? ദാനിയേൽ പ്രവചനം അതിന് 2-ാം അധ്യായം 38 മുതൽ 44 വരെയുള്ള വേദഭാഗങ്ങൾ. ദാനിയേൽ 2:38 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ദാനിയേൽ അർത്ഥം വിവരിച്ചു കൊടുക്കുകയാണ്. പൊന്നുകൊണ്ടുള്ള തല തിരുമനസ്സുകൊണ്ട് തന്നെ, തിരുമനസ്സിലെ ശേഷം തിരുമേനിയേക്കാൾ താണതായ മറ്റൊരു രാജ്യത്വവും സർവഭൂമിയിലും വാഴുവാനിരിക്കുന്നതായി താമ്രം കൊണ്ടുള്ള 3-മതൊരു രാജ്യത്വവും ഉത്ഭവിക്കും. 4-മത്തെ രാജ്യത്വം ഇരുമ്പ് പോലെ ബലമുള്ളതായിരിക്കും. ഇരുമ്പ് സകലത്തെയും തകർത്ത് കീഴടക്കുന്നുവല്ലോ, തകർക്കുന്ന ഇരുമ്പ് പോലെ അത് അവയൊക്കെയും തകർത്ത് തരിപ്പണമാക്കും. കാലും കാൽവിരലും പകുതി കളിമണ്ണും പകുതി ഇരുമ്പും കൊണ്ടുള്ളതായി കണ്ടതിൻ്റെ താല്പര്യമോ അത് ഒരു ഭിന്ന രാജ്യത്വമായിരിക്കും. എങ്കിലും ഇരുമ്പും കളിമണ്ണും ഇടകലർന്നതായി കണ്ടതുപോലെ അതിൽ ഇരുമ്പിനുള്ള ബലം കുറെ ഉണ്ടായിരിക്കും. ഇനി കാൽവിരൽ പകുതി ഇരുമ്പും പാതി കളിമണ്ണും കൊണ്ടുള്ളതായി കണ്ടതിൻ്റെ താല്പര്യമോ രാജ്യത്വം ഒട്ട് ബലമുള്ളതും ഒട്ട് ഉടഞ്ഞു പോകുന്നതുമായിരിക്കും. ഇനി ഇരുമ്പും കളിമണ്ണും തമ്മിൽ ഇടകലർന്നതായി കണ്ടതിൻ്റെ താല്പര്യമോ അവർ മനുഷ്യബീജത്താൽ തമ്മിൽ ഇടകലരുമെങ്കിലും ഇരുമ്പും കളിമണ്ണും തമ്മിൽ ചേരാതിരിക്കുന്നത് പോലെ അവർ തമ്മിൽ ചേരുകയില്ല. ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു കാലത്തും നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം ഇവിടെ സ്ഥാപിക്കും. ആ രാജ്യത്വം ഒരു ജാതിക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയില്ല.
അത് ഈ രാജ്യത്വങ്ങളെയൊക്കെയും തകർത്ത് നശിപ്പിക്കുകയും എന്നേക്കും നിലനിൽക്കുകയും ചെയ്യും. ഇതാണ് സ്വപ്നത്തിൻ്റെ അർത്ഥം. എന്തോ മനസ്സിലായി? രാജാവിന് ദാനിയേൽ പ്രവാചകൻ അർത്ഥം വിശദമാക്കി കൊടുക്കുകയാണ്. രാജാവ് കണ്ട ദർശനത്തിൽ ബിംബത്തിൻ്റെ തല എന്തിനെ സൂചിപ്പിക്കുന്നു? നെബൂഖദ്നേസർ രാജാവിൻ്റെ ബാബിലോണിയ സാമ്രാജ്യത്തെ സൂചിപ്പിക്കുന്നു. ആ ബിംബത്തിൻ്റെ നെഞ്ചും കൈയും വെള്ളി കൊണ്ടുള്ളത് എന്തിനെ സൂചിപ്പിക്കുന്നു? നെബൂഖദ്നേസർ രാജാവിന് ശേഷം ഉത്ഭവിക്കാനിരിക്കുന്ന അല്പം കൂടെ താണതായ മറ്റൊരു ലോക സാമ്രാജ്യം. വീണ്ടും വയറും അരയും താമ്രം കൊണ്ടുള്ളതായി കണ്ടതിൻ്റെ താല്പര്യമോ? വെള്ളി കൊണ്ടുള്ള സാമ്രാജ്യത്തിന് ശേഷം താമ്രം പോലെ ശക്തമായ ഒരു സാമ്രാജ്യം ഈ ഭൂമിയിൽ ഉടലെടുക്കും. പിന്നീട് തുട ഇരുമ്പ് കൊണ്ടുള്ളതായി കണ്ടതിൻ്റെ താല്പര്യമോ? അതിശക്തമായ ഒരു സാമ്രാജ്യം ലോകത്തിൽ ഉടലെടുക്കും. പിന്നീട് ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ളതായി കണ്ടതിൻ്റെ താല്പര്യമോ? മനുഷ്യബീജത്താൽ തമ്മിലിടകലരുമെങ്കിലും തമ്മിൽ ചേരാത്ത ചില രാജ്യങ്ങൾ ലോകം ഭരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും. ഇതാണ് സ്വപ്നത്തിൻ്റെ അർത്ഥം. ആ രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ സ്വർഗസ്ഥനായ ദൈവം ഒരു കാലത്ത് നശിച്ചു പോകാത്ത ഒരു നിത്യരാജ്യത്വം ഇവിടെ സ്ഥാപിക്കും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നാം ലോക ചരിത്രമെന്ന് പരിശോധിച്ചാൽ നെബൂഖദ്നേസർ രാജാവ് തൻ്റെ സ്വപ്നത്തിൽ കണ്ടതുപോലെ 4 ലോക സാമ്രാജ്യങ്ങൾ ഈ ലോകത്തെ ഒരു കൊടിക്കീഴിലാക്കി ഭരിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിൽ 4ാമത്തെ ലോക സാമ്രാജ്യത്തിൻ്റെ അവസാന നാളുകളിലാണ് നാം എത്തപ്പെട്ടിരിക്കുന്നതെന്നും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഏതൊക്കെയായിരുന്നു ആ ലോക സാമ്രാജ്യങ്ങൾ? ലോക ചരിത്രം പരിശോധിച്ചാൽ BC 606 മുതൽ BC 538 വരെ ബാബിലോണിയ സാമ്രാജ്യം ഈ ലോകത്തെ ഭരിച്ചു. ഇത് ചരിത്ര സത്യമാണ്. നെബൂഖദ്നേസർ രാജാവിൻ്റെ ബാബിലോണിയ സാമ്രാജ്യം. പിന്നീട് BC 538 മുതൽ BC 331 വരെ മേദ്യ പേർഷ്യ സാമ്രാജ്യം ഈ ലോകത്തെ ഭരിച്ചു. ഇത് ചരിത്ര സത്യമാണ്. അതായത് നെബൂഖദ്നേസർ രാജാവിൻ്റെ ദർശനത്തിൽ കണ്ട വെള്ളി കൊണ്ടുള്ള ഭാഗം സൂചിപ്പിക്കുന്ന മേദ്യ പേർഷ്യ സാമ്രാജ്യം BC 538 മുതൽ BC 331 വരെ ലോകത്തെ ഭരിച്ചത് ചരിത്രമാണ്. ദൈവത്തിന് സ്തോത്രം. വീണ്ടും മേദ്യ പേർഷ്യ സാമ്രാജ്യത്തിന് ശേഷം BC 331 മുതൽ BC 168 വരെ അലക്സാണ്ടർ ചക്രവർത്തിയുടെ ഗ്രീക്ക് സാമ്രാജ്യം ഈ ലോകം ഭരിച്ചു. ഇത് ചരിത്രമാണ്. വീണ്ടും ഗ്രീക്ക് സാമ്രാജ്യത്തിന് ശേഷം BC 168 മുതൽ AD 476 വരെ ദ മൈറ്റി റോമൻ എംപയർ, മഹത്തായ റോമാ സാമ്രാജ്യം ലോകത്തെ ഭരിച്ചു. ഇരുമ്പ് കൊണ്ടുള്ള തുട സൂചിപ്പിക്കുന്ന സാമ്രാജ്യം. ഇത് ചരിത്രമാണ്. ഈ സാമ്രാജ്യത്തിൻ്റെ കാലഘട്ടത്തിലാണ് കർത്താവായ യേശുക്രിസ്തു ജനിച്ചത്. ദൈവത്തിന് സ്തോത്രം. പിന്നീട് നമ്മൾ താഴോട്ട് പഠിക്കുമ്പോൾ AD 476 ശേഷം റോമാ സാമ്രാജ്യം ചിഹ്ന ഭിന്നമായിട്ട് 10 പിരിഞ്ഞു. വേദപുസ്തകം പറയുന്നു, മനുഷ്യബീജത്താൽ തമ്മിൽ ഇടകലരുമെങ്കിലും ഇരുമ്പും കളിമണ്ണും തമ്മിൽ ചേരാതിരിക്കുന്നത് പോലെ അവർ തമ്മിൽ ചേരുകയില്ല. ഈ രാജ്യങ്ങൾ ലോകം ഭരിക്കുന്ന കാലഘട്ടത്തിൽ സ്വർഗസ്ഥനായ നമ്മുടെ ദൈവം ഒരു കാലത്ത് നശിച്ചു പോകാത്ത നിത്യരാജ്യത്വം, യുഗങ്ങളുടെ പാറയാകുന്ന നസ്രയനായ യേശുക്രിസ്തു എന്ന കൈ തൊടാതെ പറഞ്ഞു വരുന്ന കല്ല് ഈ ലോക സാമ്രാജ്യങ്ങളെയൊക്കെ തകർത്ത് തരിപ്പണമാക്കിയിട്ട് തൻ്റെ നിത്യരാജ്യത്വം ഇവിടെ സ്ഥാപിക്കും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ചരിത്രം പരിശോധിച്ചാൽ AD 476 ശേഷം റോമാ സാമ്രാജ്യം ചിഹ്ന ഭിന്നമായിട്ട് 10 രാജ്യങ്ങളായി. നെബൂഖദ്നേസർ രാജാവ് കണ്ട ബിംബത്തിൻ്റെ കാലിൽ 10 വിരലുകളുണ്ട്. ഈ 10 വിരലുകൾ എന്തിനെ സൂചിപ്പിക്കുന്നു? റോമാ സാമ്രാജ്യം ചിഹ്ന ഭിന്നമായിട്ട് 10 സൂചിപ്പിക്കുന്നു. അങ്ങനെ 10 മാറിയോ? അങ്ങനെ 10 മാറി. അങ്ങനെ 10 മാറിയ രാജ്യങ്ങളാണ് ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, പോർച്ചുഗൽ, ഇറ്റലി, ഗ്രീസ്, റഷ്യ തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങൾ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ലോകത്തിൽ ഈ യൂറോപ്യൻ രാജ്യങ്ങൾ ലോകം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നു. എന്ന് പറഞ്ഞാൽ BC 606 മുതൽ ലോകത്തിൻ്റെ ചരിത്രം വിവരിച്ചിരിക്കുന്നത് കടന്നു വന്ന് ഇന്ന് എവിടെയെത്തി? റോമാ സാമ്രാജ്യത്തിൻ്റെ കാലഘട്ടം കഴിഞ്ഞിട്ട് റോമാ സാമ്രാജ്യം 10 വിഭജിക്കപ്പെട്ട യൂറോപ്യൻ രാജ്യങ്ങളായ ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും പോർച്ചുഗലും റഷ്യയും ഇറ്റലിയും ഗ്രീസും ഒക്കെ ലോകം ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ തിരുവചനം പറയുന്നു, കൈ തൊടാതെ പറഞ്ഞു വരുന്ന കല്ലാകുന്ന നസ്രയനായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വരും. ഈ രാജാക്കന്മാരുടെ കാലത്ത് എന്ന് പറഞ്ഞാൽ
റോമാ സാമ്രാജ്യം 10 ചിഹ്ന ഭിന്നമായ ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും ഇറ്റലിയും പോർച്ചുഗലും ഒക്കെ ഇന്ന് ലോകം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ യേശുക്രിസ്തുവാകുന്ന നസറേയനായ യേശുക്രിസ്തുവാകുന്ന യുഗങ്ങളുടെ പാറയാകുന്ന കൈതൊടാതെ പറഞ്ഞു വരുന്ന കല്ല് ഈ ലോകത്തിലേക്ക് വരുമെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. ഈ പുസ്തകം ലോകത്തിൻ്റെ ചരിത്രം വിവരിക്കുന്ന പുസ്തകമാണ്. ദൈവത്തിന് സ്തോത്രം. ഈ പുസ്തകം വിശ്വാസയോഗ്യമാണോ? ഈ പുസ്തകം വിശ്വാസയോഗ്യമാണ്. ലോകത്തിൻ്റെ ചരിത്രമെന്ന് പറയുന്നത് ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ സംക്ഷേപിച്ചിരിക്കുന്നു. ഈ പുസ്തകം വിശ്വാസയോഗ്യമാണ്. തന്നെയുമല്ല, ശാസ്ത്ര സത്യങ്ങളുടെ കലവറ കൂടെയാണ് ഈ വിശുദ്ധ വേദപുസ്തകം. മനുഷ്യൻ ഈ അടുത്ത കാലത്ത് കണ്ടെത്തിയ പല ശാസ്ത്ര സത്യങ്ങളും നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ചില ഉദാഹരണങ്ങൾ ഞാൻ പറയാം. മനുഷ്യ ശരീരത്തിൽ ജീവൻ നിലനിർത്തുന്ന ഘടകം ഏതാണെന്നതിനെ സംബന്ധിച്ച് ശാസ്ത്രജ്ഞന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ധാരാളം നിലനിന്നിരുന്നു. പല ശാസ്ത്രജ്ഞന്മാർക്കും ഇതിനെപ്പറ്റി പല അഭിപ്രായങ്ങളായിരുന്നു. എന്നാൽ നാം രക്തമെന്ന് വിളിക്കുന്ന അത്ഭുത ദ്രാവകമാണ് മനുഷ്യ ശരീരത്തിൽ ജീവൻ നിലനിർത്തുന്ന പ്രധാന ഘടകമെന്നും ഹൃദയം ഈ രക്തത്തെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പമ്പ് ചെയ്യുന്നത് കൊണ്ടാണ് ശരീരഭാഗങ്ങൾക്ക് ചലനശേഷി ഉണ്ടാകുന്നതെന്നും ശാസ്ത്രം കണ്ടുപിടിച്ചു. എന്നാൽ ശാസ്ത്രം ഈ അടുത്ത കാലത്ത് മാത്രം കണ്ടെത്തിയ ഈ സത്യം നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഈ പുസ്തകത്തിൻ്റെ താളുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലേവ്യ പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. ലേവ്യ 17:11. അവിടെ എന്താ വായിക്കുന്നത്? മാംസത്തിൻ്റെ ജീവൻ രക്തത്തിലല്ലോ ഇരിക്കുന്നത്. അപ്പൊ ശാസ്ത്രം കടന്ന് വട്ടം കറങ്ങിയ കാലഘട്ടത്തിലും സത്യം എവിടെ എഴുതിയിരുന്നു? വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. മാംസത്തിൻ്റെ ജീവൻ രക്തത്തിലല്ലോ ഇരിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ തിരുവചനം വിശ്വാസയോഗ്യമാണോ? ഈ തിരുവചനമാണ് വിശ്വാസയോഗ്യമായിട്ടുള്ളത്. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനത്തിൽ വിശ്വാസമുള്ള അനേക ശാസ്ത്രജ്ഞന്മാരുണ്ട്. അവരിൽപ്പെട്ട ഒരാളായിരുന്നു സർ ഐസക് ന്യൂട്ടൻ. ഒരു ദിവസം ഐസക് ന്യൂട്ടൻ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു വാക്യം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയെ വളരെയേറെ ആകർഷിച്ചു. നഹൂം പ്രവാചകന്റെ പുസ്തകം അദ്ദേഹം വായിച്ചുകൊണ്ടിരുന്നത്. നഹൂം പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിലെ 4-ാമത്തെ വാക്യം അദ്ദേഹത്തെ വല്ലാതെ ചിന്തിപ്പിച്ചു. എന്താണ് നഹൂം പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്? രഥങ്ങൾ തെരുക്കളിൽ ചടുചട ചാടുന്നു, വീഥികളിൽ അങ്ങുമിങ്ങും ഓടുന്നു, തീപ്പന്തങ്ങളെ പോലെ അവയെ കാണുന്നു, അവ മിന്നൽ പോലെ ഓടുന്നു. ബാക്കി ശ്രദ്ധിച്ചോ? രഥങ്ങൾ തെരുക്കളിൽ ചടുചട ചാടുന്നു, വീഥികളിൽ അവ അങ്ങുമിങ്ങും ഓടുന്നു, തീപ്പന്തങ്ങളെ പോലെ അവയെ കാണുന്നു, അവ മിന്നൽ പോലെ ഓടുന്നു. ഈ വാക്യം വായിച്ച ഐസക് ന്യൂട്ടന്റെ മനസ്സിലൂടെ ചില ആശയങ്ങൾ കടന്നുപോയി. ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരു പത്രപ്രസ്താവന ഇപ്രകാരം നടത്തി. എന്ത് പ്രസ്താവന നടത്തിയത്? സമീപ ഭാവിയിൽ 40 കിലോമീറ്റർ 40 മൈൽ വേഗതയിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ മനുഷ്യൻ കണ്ടുപിടിക്കും. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന? സമീപ ഭാവിയിൽ 40 മൈൽ വേഗതയിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ മനുഷ്യൻ കണ്ടുപിടിക്കും എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇത് പറയുമ്പോൾ യാതൊരുവിധ ആധുനിക യാത്രാ സൗകര്യങ്ങളും ഇല്ലാതിരുന്ന കാലഘട്ടത്തിലായിരുന്നു അദ്ദേഹം ഈ പ്രസ്താവന നടത്തിയത്. അദ്ദേഹത്തിന് ഈ പ്രസ്താവന വായിച്ച നിരീശ്വരവാദിയായിരുന്ന വോൾട്ടയർ അതിനെതിരെ പ്രതികരിച്ചത് ഇപ്രകാരമായിരുന്നു. വാദം മുറുകെ പിടിച്ചിരുന്ന വോൾട്ടയർ എന്ന് പറഞ്ഞു? ഐസക് ന്യൂട്ടനെ പോലെ പ്രതിഭാധനനായ ഒരു വ്യക്തിയെ വേദപുസ്തകം എത്ര മൂഢനാക്കിയിരിക്കുന്നു. മനുഷ്യൻ കാറ്റിനെതിരെ 40 മൈൽ വേഗതയിൽ സഞ്ചരിച്ചാൽ അവൻ ഹൃദയം പൊട്ടി മരിച്ചു പോകുമെന്ന് ആർക്കാണ് അറിയാൻ കഴിയാത്തത്? ഇതായിരുന്നു വോൾട്ടയറിന്റെ വാക്കുകൾ. എന്നാൽ ശ്രദ്ധിക്കുക, ഇന്ന് 200ഉം 250ഉം കിലോമീറ്റർ വേഗതയിൽ പാഞ്ഞു പോകുന്ന വാഹനങ്ങളും ആയിരക്കണക്കിന് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന സൂപ്പർസോണിക് വിമാനങ്ങളും ഉള്ള ഈ കാലഘട്ടത്തിൽ ചോദിക്കട്ടെ, ആര് പറഞ്ഞ വാക്കുകളാണ് യാഥാർത്ഥ്യമായി തീർന്നത്? നിരീശ്വരവാദിയായ വോൾട്ടയർ പറഞ്ഞ വാക്കുകളാണോ, അതോ തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഐസക് ന്യൂട്ടൻ പറഞ്ഞ വാക്കുകളോ? ചിന്തിക്കുക. തിരുവചനം വിശ്വാസയോഗ്യമാണോ? ഈ തിരുവചനം വിശ്വാസയോഗ്യമാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രം കണ്ടെത്തിയിരിക്കുന്ന പല ആരോഗ്യ പരിപാലന തത്വങ്ങളും ഈ ആധുനിക വൈദ്യശാസ്ത്രം ഇത് കണ്ടെത്തുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു.
ദൈവത്തിന് സ്തോത്രം. അത് നാം അനുസരിക്കേണ്ടതിനെ സംബന്ധിച്ച് ഈ വേദപുസ്തകത്തിൻ്റെ താളുകളിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്ന പുറപ്പാട് പുസ്തകം അതിൻ്റെ 15-ാം അധ്യായം 26-ാമത്തെ വാക്യം. അപ്പോൾ വേദപുസ്തകം പറയുന്ന ആരോഗ്യ പരിപാലന തത്വങ്ങൾ നാം അനുസരിക്കേണ്ടതിനെ സംബന്ധിച്ച് പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവൻ്റെ സകല കൽപ്പനകളും അനുസരിച്ച് അവൻ്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്യുമെങ്കിൽ ഞാൻ മിസ്രയീമ്യർക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് അരുളി ചെയ്തു. ഇപ്പം എന്താ വചനം പറയുന്നത്? നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവനെ പ്രസാദമുള്ളത് ചെയ്യുകയും അവൻ്റെ സകല കൽപ്പനകളും പ്രമാണിച്ചനുസരിക്കുകയും ചെയ്യുമെങ്കിൽ ഞാൻ മിസ്രയീമ്യർക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് അരുളി ചെയ്തു. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രം നിർദ്ദേശിക്കുന്ന പല ആരോഗ്യ പരിപാലന തത്വങ്ങൾ ഉണ്ട്. അതിലുള്ള പ്രധാനപ്പെട്ട ഒന്നാണ് ഈ പൊതുസ്ഥലങ്ങളിലുള്ള മലമൂത്ര വിസർജനം. അത് പാടില്ല. വൈദ്യശാസ്ത്രം പറയും എന്താണ്, അങ്ങനെ അപ്രകാരം ചെയ്താൽ അത് സാംക്രമിക രോഗങ്ങൾക്ക് കാരണമാക്കി തീർക്കും. അതുകൊണ്ടാണ് നമ്മുടെ സർക്കാർ എല്ലാ വീടുകൾക്കും ശൗചാലയം നിർമ്മിക്കുവാനുള്ള സാമ്പത്തിക സഹായം കൊടുക്കുന്നത്. എന്താ കാരണം? മനുഷ്യൻ പൊതുസ്ഥലങ്ങളിൽ ഇപ്രകാരം ചെയ്താൽ അത് സാംക്രമിക രോഗങ്ങൾക്ക് കാരണമാക്കും. പല രോഗങ്ങളും പടർന്നു പിടിക്കുവാനായിട്ടിടയായിത്തീരും. ഇത് എന്നാ മനുഷ്യൻ മനസ്സിലാക്കിയത്? അടുത്ത കാലത്ത് ശാസ്ത്രം പുരോഗതി പ്രാപിച്ചപ്പോഴാണ്. എന്നാൽ മനുഷ്യന് ഇതൊന്നും ചിന്തിക്കുവാൻ കഴിയാതിരുന്ന കാലഘട്ടത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ട ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനത്തിൽ എന്തു പറയുന്നു എന്ന് നമുക്ക് നോക്കാം. ആവർത്തന പുസ്തകം അതിൻ്റെ 23-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ആവർത്തനം 23, 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. അവിടെ ഇങ്ങനെ പറയുന്നു, ബാഹ്യത്തിന് പോകുവാൻ നിനക്ക് ഒരു സ്ഥലം പാളയത്തിന് പുറത്തുണ്ടായിരിക്കണം. നിന്റെ ആയുധങ്ങളുടെ കൂട്ടത്തിൽ ഒരു പാരയും നിനക്കുണ്ടായിരിക്കണം. ബാഹ്യത്തിന് ഇരിക്കുമ്പോൾ അതിനാൽ കുഴിച്ച് നിന്റെ വിസർജനം മൂടിക്കളയണം. നിന്റെ ദൈവമായ യഹോവ നിന്നെ രക്ഷിപ്പാനും നിന്റെ ശത്രുക്കളെ നിനക്ക് കീഴാക്കി തരുവാനും നിന്റെ പാളയത്തിന്റെ മധ്യേ നടക്കുന്നു. നിങ്ങൾ വൃത്തികേട് കണ്ടിട്ട് അവൻ നിന്നെ വിട്ട് അകലാതിരിപ്പാൻ നിന്റെ പാളയം ശുദ്ധിയുള്ളതായിരിക്കണം. എന്തോ മനസ്സിലായി? വചനം പറയുന്നു, ബാഹ്യത്തിന് പോകുവാൻ നിനക്ക് ഒരു സ്ഥലം പാളയത്തിന് പുറത്തുണ്ടായിരിക്കണം. നിന്റെ ആയുധങ്ങളുടെ കൂട്ടത്തിൽ ഒരു പാരയുണ്ടായിരിക്കണം. ബാഹ്യത്തിനിരിക്കുമ്പോൾ അതിനാൽ കുഴിച്ച് നിന്റെ വിസർജനം മൂടിക്കളയണം. ഇന്ന് നമ്മൾ എല്ലാ വീടുകൾക്കും എന്തുണ്ട്? കക്കൂസുകളുണ്ട്. എന്താ കാരണം? വിസർജ്യം മുഖാന്തരം രോഗം പടർന്നു പിടിക്കാതിരിക്കുവാൻ. വേദപുസ്തകം എന്താ പറയുന്നത്? നിന്റെ ആയുധങ്ങളുടെ കൂട്ടത്തിൽ ഒരു പാരയുണ്ടായിരിക്കണം, അതിനാൽ കുഴിച്ച് നിന്റെ വിസർജനം മൂടിക്കളയണം. നിന്റെ ദൈവമായ യഹോവ നിന്റെ പാളയത്തിന് മധ്യേ നടക്കുമ്പോൾ നമ്മുടെ പാളയത്തിൽ അശുദ്ധി കണ്ടിട്ട് വിട്ടകലാതിരിപ്പാൻ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ വീടും പരിസരവും വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കണം. അവിടെ വിസർജ്യങ്ങളും മലമൂത്ര ആദികളും ഒക്കെ കണ്ടാൽ എന്ത് സംഭവിക്കും? അത് അശുദ്ധിയായിട്ട് മാറുകയും ദൈവത്തിന് നമ്മുടെ ഭവനത്തിൽ കടക്കാൻ സാധിക്കാതെയും വരും. അങ്ങനെ വചനം പറയുന്നത്, നിങ്ങൾ വൃത്തികേട് കണ്ടിട്ട് അവൻ നിന്നെ വിട്ടകലാതിരിപ്പാൻ നിന്റെ പാളയം വിശുദ്ധിയുള്ളതായിരിക്കണം. അപ്പം കുഞ്ഞുങ്ങൾ അപ്പിയിടുന്നതൊക്കെ പറക്കി മുറ്റത്തോട്ട് എന്ത് ചെയ്യരുത്? എറിയരുത്. അത് മൂടിക്കളയണമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. നോക്കിക്കേ, സാംക്രമിക രോഗങ്ങൾ ബാധിക്കുന്നവരെ മാറ്റിപ്പാർപ്പിക്കുക പതിവാണ്. ഇന്ന് ആശുപത്രികളിൽ അവരെ പ്രത്യേകം പാർപ്പിക്കാറുണ്ട്. എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? ആ രോഗങ്ങൾ മറ്റുള്ളവർക്ക് പടരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഈ തത്വം മനുഷ്യൻ മനസ്സിലാക്കുന്നതിന് മുമ്പേ വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. നാം തിരുവചനം പഠിക്കുമ്പോൾ ലേവ്യ പുസ്തകം 13:46 പറയുന്നു, ലേവ്യ 13:46, അവന് രോഗമുള്ള നാളൊക്കെയും അവൻ അശുദ്ധനായിരിക്കണം. അവൻ അശുദ്ധൻ തന്നെ. അവൻ തനിച്ച് പാളയത്തിന് പുറത്ത് പാർക്കണം. അവൻ്റെ പാർപ്പ് പാളയത്തിന് പുറത്തായിരിക്കണം. എന്ന് പറഞ്ഞാൽ ഈ സാംക്രമിക രോഗം ഉള്ളവരെ പാളയത്തിന് പുറത്ത് മാറ്റിപ്പാർപ്പിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. നോക്കിക്കേ, ആധുനിക വൈദ്യശാസ്ത്രം പറയുന്ന ആരോഗ്യ പരിപാലന തത്വങ്ങൾ എവിടെ എഴുതിയിരിക്കുന്നു? തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം വിശ്വാസയോഗ്യമാണോ? എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ വചനമാണ് വിശ്വാസയോഗ്യമായിട്ടുള്ളത്.
തിരുവചനം നമ്മോട് ഇങ്ങനെ പറയുന്നു. അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 13-ാമത്തെ വാക്യം, നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു, തൻ്റെ സ്വഭാവം ത്യജിക്കുവാൻ അവന് കഴിയുകയില്ലല്ലോ, ഈ വചനം വിശ്വാസയോഗ്യമാകുന്നു. നമ്മുടെ എല്ലാവരുടെ വീടുകളിൽ എന്തുണ്ട്? വിശുദ്ധ വേദപുസ്തകമുണ്ട്. ഇതെന്തിനാണ് വെച്ചിരിക്കുന്നത്? ഇത് ദിനംതോറും പരിശോധിച്ച് ഇതിലടങ്ങിയിരിക്കുന്ന സത്യങ്ങൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാൻ, വിശുദ്ധിയിൽ കർത്താവിനെ സേവിക്കുവാനാണ് ഈ പുസ്തകം നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ നാളുകളിൽ ഈ വചനം കൃത്യമായിട്ട് വായിക്കുവാൻ, ദിനംതോറും ഇത് പഠിക്കുവാൻ, ദിനംതോറും ഇത് ധ്യാനിക്കുവാൻ, ഈ വിശ്വാസയോഗ്യമായ വചനം നമ്മെ രക്ഷയിലേക്ക് നയിക്കുന്ന പുസ്തകമാണ്. ഇത് രക്ഷകനെ കാട്ടിത്തരുന്ന പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ലോകത്തിൻ്റെ രക്ഷകനായ യേശുവിനെ മനസ്സിലാക്കി, യേശുവിൻ്റെ ഉപദേശം മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ കർത്താവ് സഹായിക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമുക്ക് നല്ല തീരുമാനമെടുക്കാം. കർത്താവേ, ഇത്രയും നാൾ എൻ്റെ വീട്ടിൽ ഈ വേദപുസ്തകം വെച്ചിട്ടുണ്ടായിരുന്നു, പലപ്പോഴും പൊടിയടിച്ച് ഷോക്കേസിലിരിക്കുകയാണ്, ഇത് വായിക്കാൻ സമയമില്ല. TV കാണാൻ എത്രയോ സമയം ഉപയോഗിക്കുമ്പോൾ ഈ പുസ്തകം വായിക്കാൻ സമയമില്ലാത്ത സഹോദര സഹോദരി, ഇത് വായിക്കുവാൻ, ഇത് ധ്യാനിക്കുവാൻ സമയം കണ്ടെത്തുവാനുള്ള തീരുമാനമെടുക്കാം. യേശുക്രിസ്തു നിങ്ങളെ നേരായ പാതയിൽ നയിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല തീരുമാനത്തോടെ, നല്ല പ്രതിഷ്ഠയോടെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നിങ്ങളുടെ ഭാരങ്ങളും പ്രയാസങ്ങളും എന്ത് തന്നെയായിരുന്നാലും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ പുസ്തകം വെളിപ്പെടുത്തുന്ന നസ്രായനായ യേശുക്രിസ്തു നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരകനാണ്. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. അടിയങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഇന്ന് അടിയങ്ങളെ കേൾപ്പിച്ച മാറ്റമില്ലാത്ത തിരുവചനത്തിനായിട്ട് സ്തോത്രം. കർത്താവേ, തിരുവചനം വിശ്വാസയോഗ്യമോ എന്ന ചോദ്യത്തിന് ഈ തിരുവചനമാണ് വിശ്വാസയോഗ്യമെന്ന് ഇന്നടികളെ മനസ്സിലാക്കിച്ച കൃപയ്ക്കായിട്ട് സ്തോത്രം. ചരിത്രവും ശാസ്ത്രവും ഒരുപോലെ തിരുവചനം വിശ്വാസയോഗ്യമാണെന്ന് തെളിയിക്കുമ്പോൾ കർത്താവെ, അടിയങ്ങളുടെ ജീവിതത്തിൽ ഈ വചനത്തെ ഏറ്റെടുക്കുവാൻ, ദൈവവചനത്തിനനുസരിച്ച് ജീവിക്കുവാൻ അവിടുന്ന് അടിയങ്ങളെ സഹായിക്കണമേ. ഇന്ന് വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. അവിടുത്തെ മാറ്റമില്ലാത്ത സാന്നിധ്യം കൊണ്ട് പ്രിയ മക്കളെ നിറയ്ക്കണമേ. കർത്താവെ, നല്ല തീരുമാനത്തോടെ, നല്ല പ്രതിഷ്ഠയോടെ മുന്നേറുവാൻ പ്രിയ മക്കളെ ഒരുക്കണമേ. കർത്താവെ, ആവശ്യങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും കണ്ണുനീരിൻ്റെ അനുഭവങ്ങളിലൊക്കെ ഇന്ന് വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും പ്രാർത്ഥിക്കുന്നു. അവരുടെ ആവശ്യങ്ങളൊക്കെ മാനിക്കണമേ. ദൈവവചനത്തിലേക്ക് വന്ന് ക്രമീകരിക്കപ്പെട്ട നല്ല വിശുദ്ധിയുള്ള ജീവിതം നയിച്ച് കർത്താവെ, രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളൊക്കെ വിമുക്തി പ്രാപിച്ച് ശ്രേഷ്ഠമേറിയ നല്ല ജീവിതത്തിന് ഉടമകളായി തീരുവാൻ പ്രിയമക്കളെ കർത്താവ് സഹായിക്കണമേ. എല്ലാ മാനവും മഹത്വവും കർത്താവ് എടുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ അടിയങ്ങൾ താഴ്മയായിട്ട് യാചിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. പ്രിയമുള്ളവരെ, ദൈവമായ കർത്താവ് നമ്മളെല്ലാം സഹായിക്കട്ടെ. ഈ വചനം മാറ്റിവെക്കരുത്. ഈ വചനം ദിനംതോറും വായിച്ച് വളരുവാൻ കർത്താവ് സഹായിക്കട്ടെ. തുറന്നുള്ള നാളുകളിലും ഈ എപ്പിസോഡുകൾ കാണുവാൻ മറക്കരുത്. ധാരാളം ദൈവവചന സത്യങ്ങൾ നമുക്ക് പഠിക്കുവാൻ, മനസ്സിലാക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. എല്ലാ ഞായറാഴ്ചയും രാവിലെ 6:30 ജയ്ഹിന്ദ് ചാനലിലുള്ള ഈ സംപ്രേഷണം നിങ്ങൾ കാണുവാൻ സാധിക്കാത്തവർക്ക് യൂട്യൂബിൽ ജോയ്മോൻ മത്തായി എന്ന് ടൈപ്പ് ചെയ്താൽ ഈ പ്രസംഗങ്ങൾ കൂടാതെ മുൻകാലങ്ങളിലുള്ള പ്രസംഗങ്ങൾ നിങ്ങൾക്ക് കേൾക്കുവാനായിട്ട് സാധിക്കും. മറ്റുള്ളവർക്ക് അത് പങ്കുവയ്ക്കുവാനായിട്ട് സാധിക്കും. എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. ശ്രീ പേരകത്ത് ചെറിയാൻസ്കറിയ എഴുതിയ ഒരു ഉത്തമ ഗ്രന്ഥം ഞങ്ങൾ അവതരിപ്പിക്കുന്നു. ഇത് തിരുവചന സത്യം. ക്രൈസ്തവ ലോകത്ത് പരക്കെ പ്രചരിക്കുന്ന അബദ്ധ ഉപദേശങ്ങളും സംശയങ്ങളും വചന അടിസ്ഥാനത്തിൽ ദൂരീകരിക്കുന്ന ഒരു ഗ്രന്ഥമാണിത്. ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ സാർവത്രികമാണെന്നും അത് നിത്യമാണെന്നും ലളിതമായും യുക്തിഭദ്രമായും അവതരിപ്പിക്കുന്ന ഈ ഗ്രന്ഥത്തിന് 130 രൂപയാണ് വില. എന്നാൽ ഞങ്ങളിത് തികച്ചും സൗജന്യമായി നിങ്ങൾക്ക് അയച്ചു തരുന്നു. നിങ്ങളുടെ പൂർണ്ണമായ മേൽവിലാസം ഇനി പറയുന്ന നമ്പറിൽ SMS ചെയ്യുക. നമ്പർ 9847906636. പ്രവചന ശബ്ദം ക്രൈസ്തവ കുടുംബമാസിക. തിരുവചനത്തിലെ കാണാപ്പുറങ്ങൾ നമുക്ക് കാട്ടിത്തരുന്ന ഉത്തമ ക്രൈസ്തവ കുടുംബ മാസിക. സമകാലിക സംഭവങ്ങൾ, ആരോഗ്യ ശാസ്ത്രം, പ്രവചനങ്ങൾ എന്നിവ കോർത്തിണക്കി ഉൾക്കാമ്പുള്ള ലേഖനങ്ങൾ ഇതിൽ ലേഖനം ചെയ്തിരിക്കുന്നു.
വരിക്കാരാകാൻ ആഗ്രഹിക്കുന്നവർ ഇനി പറയുന്ന നമ്പറിൽ SMS ചെയ്യുക. നമ്പർ 9495555082. വാർഷിക വരിസംഖ്യ വെറും 150 രൂപ മാത്രം.